നമസ്കാരം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്നു കേസിൽ BRC അധ്യാപികമാർ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലിൽ വിദ്യാഭ്യാസ മേഖലയും അധ്യാപകരും. കേസിൽ അറസ്റ്റിലായ ചെറുവാളൂർ സർക്കാർ LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കാവ്യയെ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പേരാമ്പ്ര BRCയിലെ കായിക അധ്യാപികയായിരുന്ന കീർത്തനയെ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇരുവർക്കുമെതിരെ അധ്യാപകർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. രണ്ടുപേരും ദാമ്പത്യബന്ധം വേർപിരിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളും ദാമ്പത്യ പ്രതിസന്ധികളും പരസ്പരം പങ്കുവയ്ക്കാനും ആശ്വസിപ്പിക്കാനുമാണ് ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത്. ഇതുതന്നെയാണ് ഒപ്പം ജോലി ചെയ്യുന്നവർ കരുതിയതും. എന്നാൽ ആ സൗഹൃദത്തിന്റെ മറവിൽ നടന്നിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമായിരുന്നു. കാവ്യയും കീർത്തനയും പിടിയിലായതോടെ ഇവരെ നിയന്ത്രിച്ചിരുന്ന വമ്പൻ സ്രാവ് നെട്ടോട്ടത്തിലാണ്. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ 2016 മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. 2 വർഷം മുൻപ് ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവ്യയ്ക്ക് ചികിത്സയ്ക്കായി കോഴിക്കോട് ജില്ലയിലെ 15 BRCകളിൽ നിന്നുള്ള അധ്യാപകർ ചേർന്ന് പിരിവെടുത്ത് സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഇവർ വാങ്ങിയ വില കൂടിയ ആഡംബര കാർ സഹപ്രവർത്തകരിൽ സംശയമുണർത്തി. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്റെ വാഹനമാണിതെന്നായിരുന്നു കാവ്യ നൽകിയ വിശദീകരണം. പേരാമ്പ്ര BRCക്ക് കീഴിലെ താൽക്കാലിക അധ്യാപികയായ കീർത്തന വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാൻ പോകുന്ന സൗകര്യം മുതലെടുത്താണ് MDMA കച്ചവടം നടത്തിയിരുന്നത്. അധ്യാപിക എന്ന പദവിയും സൽപ്പേരും പോലീസിന്റെയും നാട്ടുകാരുടെയും സംശയങ്ങൾ ഒഴിവാക്കാനുള്ള മികച്ച മറയായി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. വടകര പോലീസ് കഴിഞ്ഞ ദിവസം ലഹരിമരുന്നുമായി പിടികൂടിയ റിസ്വാൻ എന്നയാളെ ചോദ്യം ചെയ്തതോടെയാണ് ഈ അധ്യാപികമാരുടെ പങ്ക് പുറത്തുവന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം എത്തിയതായി കണ്ടെത്തി. ഈ പണം പിന്നീട് കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഇവരുടെ നീക്കം. ലഹരി വാങ്ങുന്നവരുമായി ആസൂത്രിതമായ രീതിയിലാണ് ഇവർ ഇടപാടുകൾ നടത്തിയത്. ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് വഴിയോ 2000 രൂപ അയച്ചു നൽകുമ്പോൾ ലഹരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവർ ഉപഭോക്താക്കൾക്ക് അയച്ചു കൊടുക്കും. ലൊക്കേഷനിലെത്തുന്നവർക്ക് സംഘത്തിലെ മറ്റൊരാളാണ് മരുന്ന് കൈമാറിയിരുന്നത്. കീർത്തന അറസ്റ്റിലായ വിവരവും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന കാര്യവും പുറത്തു വന്നതോടെ കാവ്യ സ്കൂളിലെത്തി ബഹളം വെച്ച് ഭയം മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. കീർത്തനയുമായി തനിക്ക് വെറും സൗഹൃദം മാത്രമാണെന്നും ലഹരി സംഘവുമായി ബന്ധമില്ലെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ കാവ്യ വാദിച്ചിരുന്നത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും പുറത്തു വന്നതോടെ കാവ്യയ്ക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. പെട്ടെന്ന് പണക്കാരിയാകാനുള്ള ആഗ്രഹവും ആഡംബര ജീവിത മോഹവുമാണ് അധ്യാപനമെന്ന പവിത്രമായ തൊഴിൽ ചെയ്യുന്നവരെ ലഹരി കച്ചവടത്തിലേക്ക് നയിച്ചത്. വിദേശത്തു നിന്നും മറ്റും സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ലഹരി എത്തിക്കുന്ന വൻകിട റാക്കറ്റുകളുമായി കീർത്തനയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മരുതോങ്കര സ്വദേശിനി കീർത്തനയെയും കീരാച്ചുണ്ട് സ്വദേശിനി കാവ്യയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരി ശൃംഖലയിൽ കൂടുതൽ അധ്യാപകരോ ജനപ്രതിനിധികളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ.